യൂത്ത് കോൺഗ്രസ് വലിയ അക്രമമാണ് ഇന്ന് ഉണ്ടായിരിക്കുന്ന മന്ത്രിയുടെ വസതിയിലേക്ക് എന്താണ് പറയാനുള്ളത്? തിരുവനന്തപുരത്ത് ഞാൻ താമസിക്കുന്ന ഔദ്യോഗിക വസതിക്ക് നേരെ ഇന്ന് രാവിലെ യൂത്ത് കോൺഗ്രസിൻ്റേത് എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ആളുകൾ വന്ന് അതിക്രമം നടത്തിയിരിക്കുകയാണ്. ഞാൻ താമസിക്കുന്ന വീടിൻ്റെ ഗേറ്റ് ഇളക്കി, അതോടൊപ്പം അവിടെ നിൽക്കുന്ന ഗാർഡിനെ ആക്രമിക്കുകയുമുണ്ടായി. എന്തിനാണ് എൻ്റെ വീടിന് നേരെയും എനിക്ക് നേരെയും യൂത്ത് കോൺഗ്രസ് ആക്രമണം നടത്തുന്നത്? എന്തിനാണ്? ഞാൻ മാധ്യമപ്രവർത്തകരോട് ചോദിക്കുകയാണ്, എന്തിനാണ് അവർ നടത്തുന്നത്? ആലപ്പുഴയിലെ ഇന്നലെ പുറത്തു വന്ന അല്ലെങ്കിൽ മിനിഞ്ഞാന്ന് പുറത്തു വന്ന സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ആരോഗ്യമന്ത്രി ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അത് ചെയ്തിട്ടുണ്ടല്ലോ. ഇപ്പോൾ മണിക്കൂറുകൾക്കകം നടപടിയെടുത്തു. അതോടൊപ്പം തന്നെ അതിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തുന്നതിന് തീരുമാനിച്ചു. അതിൻ്റെ മറ്റ് നിയമ നടപടികളിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിച്ചു. അതിൽ ഏത് ആരോഗ്യമന്ത്രിയാണെങ്കിലും ഒരു ആരോഗ്യമന്ത്രിക്ക്, ഒരു ആരോഗ്യമന്ത്രി അല്ല സർജറി നടത്തുന്നത്, ഒരു ആരോഗ്യമന്ത്രി അല്ല ഈ സർജിക്കൽ പ്രൊസീജിയേഴ്സ് പഠിപ്പിക്കുന്നത്. ഇനി ഇത് എന്ന് നടന്ന ഇതാണ്, ഈ പറയുന്ന ചികിത്സാ പിഴവ് എന്നുണ്ടായതാണ്, എത്രയോ നാളുകൾക്ക് മുൻപുണ്ടായതാണ്. അതായത് വാസ്തവത്തിൽ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിലാണ്. അന്ന് ഒരു പുതിയ സർക്കാർ ചുമതല ഏറ്റെടുത്തിട്ടില്ല. അതുപോലെ തന്നെയാണ് മറ്റൊരു കേസിലും. അതായത് അത് UDF കാലത്താണോ, 2014 അത് 2017 എന്നതായിരുന്നു ഡോക്ടർമാരുടെ ആശങ്ക. അപ്പോൾ ഇത് കേരളം കേൾക്കട്ടെ, ഇത് കേരളം കേൾക്കണം എന്നുള്ളതാണ്. ഇത് VD സതീശൻ്റെ നേതൃത്വത്തിൽ നടന്ന അതിക്രമമാണ്. VD സതീശൻ്റെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടന്ന ആക്രമണമാണ്. ഇതിൽ ചില മാധ്യമങ്ങൾക്ക്, ഇപ്പോൾ ഇന്നലെ ഏഷ്യാനെറ്റ് ന്യൂസ് പോലെയുള്ള മാധ്യമങ്ങൾ വളരെ കൃത്യമായിട്ട് അതിലൊരു തെറ്റിദ്ധരിപ്പിക്കുന്ന നിലയിൽ ഈ പ്രചരണം നടത്തുകയുണ്ടായി. ഞാനിപ്പോൾ ഇന്നലെ എനിക്ക് അവരുടെ ഒരു കാർഡ് ആരോ അയച്ചു തന്നു, എൻ്റെ ഫോട്ടോ ഇട്ടിട്ട് സിസ്റ്റം കത്രികയിലോ എന്നുള്ളതാണ്. ഈ ഒരു രീതിയിലുള്ള തെറ്റായിട്ടുള്ള പ്രചരണം നടത്തി ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമവും നടക്കുന്നുണ്ട്. അപ്പോൾ ഏത് തരത്തിലുള്ള ചികിത്സാ പിഴവാണെങ്കിലും അത് ഒരു തരത്തിലും അംഗീകരിക്കുന്നതല്ല. അതിൽ കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കും. ഈ രണ്ട് വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ അതിൽ ഗവൺമെൻറ് സ്വീകരിക്കേണ്ടതായിട്ട് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള മറ്റൊരു ഇതേപോലെ സമാനമായിട്ടുള്ളൊരു സംഭവമുണ്ട്. മസ്കിറ്റോ ഫോസപ്സ് വെച്ചിട്ടുള്ളൊരു സംഭവം. അതൊരു സ്വകാര്യ ആശുപത്രിയിലാണ്.